നാടും വീടും തിരുവോണത്തിന്റെ ആഘോഷപ്പൊലിമയിലായിരുന്നപ്പോൾ നീലേശ്വരത്ത് ഉയർന്നത് അതിജീവനത്തിന്റെ പോരാട്ട വീര്യമാണ്. ദേശീയപാത വികസനത്തിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നീലേശ്വരത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഒഴിഞ്ഞ വാഴയിലേക്ക് മുന്നിലിരുന്നായിരുന്നു അധികൃതരുടെ അവഗണനയ്ക്കെതിരെയുള്ള നാടിന്റെ വേറിട്ട പ്രതിഷേധം. ഈ ഓണത്തിന് നിങ്ങളും ട്രെൻഡിംഗ് ആകും. എങ്ങനെയെന്നല്ലേ? ഓണത്തിനൊരുങ്ങാൻ നിങ്ങൾക്കായി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെ വമ്പൻ കളക്ഷനുകളാണ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ശോഭികയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി വൈകിക്കേണ്ട, ഈ ഓണം ശോഭികയ്ക്കൊപ്പം സ്റ്റൈലിഷ് ആക്കൂ. ശോഭിക ട്രെൻഡ് ഓണം, ട്രഡീഷൻ ഓണം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്. തിരുവോണനാളിൽ നാടെങ്ങും സദ്യ ഒരുങ്ങിയപ്പോൾ തങ്ങളുടെ മണ്ണും യാത്രാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ഒഴിഞ്ഞ വാഴയിലേക്ക് മുന്നിലിരുന്നാണ് നീലേശ്വരത്തെ ജനകീയ സമരസമിതി ഉപവാസമിരുന്നത്. വികസനത്തിന്റെ പേരിലുള്ള അധികൃതരുടെ നീതി നിഷേധത്തിന് നേർക്കുള്ള ശക്തമായ താക്കീതായി ഇന്നലത്തെ ഈ തിരുവോണദിന സമരം മാറി. നീലേശ്വരം നഗരത്തെ നെടുകെ വെട്ടിമുറിക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ രീതി അടിയന്തരമായി ഉപേക്ഷിക്കണമെന്നാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം. നഗരത്തിന്റെ സ്വാഭാവിക ഘടന നിലനിർത്താൻ തൂണുകളോടുകൂടിയ എലിവേറ്റഡ് ഹൈവേ അഥവാ ആകാശപാത അനുവദിക്കണം. ദേശീയപാത അതോറിറ്റിയുടെ ഉന്നതതല സംഘം നേരിട്ടെത്തി യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജനകീയ സമരസമിതി ചെയർമാൻ TCV ശ്രീനാഥ് ശശി, ജനറൽ കൺവീനർ D രാജൻ തുടങ്ങി ഒട്ടേറെ പേർ സമരത്തിന്റെ ഭാഗമായി. കൺവീനർ പ്രകാശൻ കൊട്ടറ സ്വാഗതം ആശംസിച്ചു. പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരായ പത്മരാജൻ ഐങ്ങോത്ത്, മഹമ്മൂദ് കോട്ടായി എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. ജനങ്ങളുടെ ജീവൻ മരണ പോരാട്ടത്തെ അവഗണിക്കുന്ന സമീപനം അധികൃതർ അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.